ഗസയിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വംശഹത്യയെ തുടർന്ന് ഇസ്രായേൽ സൈനികർക്കിടയിൽ കടുത്ത മാനസിക സംഘർഷങ്ങളും ആത്മഹത്യാ പ്രവണതകളും വർദ്ധിക്കുകയാണ്. നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച വാർത്തകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഈ അവസ്ഥ എത്രത്തോളം ഭീകരമാണെന്നതിന്റെ കണക്കുകളും സൈനികർ സ്വീകരിക്കുന്ന മാർഗങ്ങളും സംബന്ധിച്ച റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. വിശദമായി പരിശോധിക്കാം. സ്വാഗതം ഇൻഡപ്തിലേക്ക്. 2023 ഒക്ടോബർ 7 ആരംഭിച്ച ഗസ അധിനിവേശത്തിൽ ഇതുവരെ 11,000-ത്തിലധികം ഇസ്രായേൽ സൈനികർക്ക് ഗുരുതരമായ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടതായാണ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സമാനമായ അവസ്ഥ 80 വർഷങ്ങൾക്ക് മുൻപ് ഇസ്രായേൽ രാജ്യം രൂപീകരിക്കുന്ന സമയത്തും അനുഭവപ്പെട്ടിരുന്നതായും റിപ്പോർട്ടുകളിൽ പറയുന്നു. അന്നത്തേതിന് സമാനമായ ഗുരുതര അനുഭവങ്ങളിലൂടെയാണ് സൈന്യം ഇപ്പോൾ കടന്നുപോകുന്നത്. യുദ്ധം സൈനികരിൽ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ, വിഷാദം, ആങ്സൈറ്റി തുടങ്ങിയ മാനസിക വെല്ലുവിളികൾക്ക് കാരണമായിട്ടുണ്ടെന്നും കണക്കുകൾ തെളിയിക്കുന്നു. അധിനിവേശം സൈനികർക്കിടയിൽ ആത്മഹത്യയ്ക്കും കാരണമായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. നേരത്തെ പ്രതിവർഷം ശരാശരി 13 ഇസ്രായേൽ സൈനികരാണ് ആത്മഹത്യ ചെയ്തിരുന്നത്. എങ്കിൽ ഒക്ടോബർ 7 ശേഷം ഈ എണ്ണം വലിയ തോതിലാണ് വർദ്ധിച്ചത്. 2024 21 സൈനികരാണ് ആത്മഹത്യ ചെയ്തതെങ്കിലും ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സൈനികരുടെ എണ്ണം വളരെ അധികമാണ്. 2024 ജനുവരി മുതൽ 2025 ജൂലൈ വരെയുള്ള കാലയളവിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ഇസ്രായേൽ സൈനികരുടെ എണ്ണം 279 ആണെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. ഈ കണക്കുകളെല്ലാം തന്നെ നിലവിൽ സൈന്യത്തിലുള്ളവരുടെയും റിസർവ് സൈന്യത്തിലുള്ളവരുടേതുമാണ്. സൈന്യത്തിൽ നിന്ന് വിരമിച്ചവരുടെ കണക്കുകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പ്രായമേറിയവരിലും വിരമിച്ചവരിലുമാണ് ഇത്തരം മാനസികാവസ്ഥകൾ കൂടുതലായും കാണപ്പെടുക എന്നതിനാൽ തന്നെ വിരമിച്ച ഇസ്രായേൽ സൈനികരുടെ ആത്മഹത്യാ കണക്കുകൾ ഇപ്പോഴുള്ളതിനേക്കാൾ ഭീകരമായിരിക്കുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. യുദ്ധം സൈനികരിലുണ്ടാക്കിയ മാനസിക വെല്ലുവിളികൾ വളരെ ആഴത്തിലുള്ളതും ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയത്തിലെ പുനരധിവാസ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ പറയുന്നു. സൈനികർക്ക് മാനസിക ചികിത്സ ആവശ്യമാണെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. മുൻകാലങ്ങളിലും മാനസിക വെല്ലുവിളി നേരിടുന്ന സൈനികരുണ്ടായിരുന്നുവെങ്കിലും അവരാരും ചികിത്സ ആവശ്യപ്പെട്ട് വന്നിരുന്നില്ല. എന്നാൽ ഇപ്പോഴുള്ളവർ മാനസിക ചികിത്സ ആവശ്യപ്പെട്ട് കൂടുതലായി വരുന്നുണ്ടെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. ഈ പ്രതിസന്ധി പരിഹരിക്കാൻ ഇസ്രായേൽ സൈന്യത്തിന് അത്യധ്വാനം ചെയ്യേണ്ടി വരുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. സൈനികർക്കൊപ്പം യുദ്ധമുഖത്തേക്ക് മാനസികാരോഗ്യ വിദഗ്ധരെയും പറഞ്ഞയക്കേണ്ട സ്ഥിതിയുണ്ടെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം പറയുന്നു. 100 കണക്കിന് മാനസികാരോഗ്യ വിദഗ്ധരെ ഇത്തരത്തിൽ യുദ്ധമുഖത്തേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. ഒരു ഗ്രൂപ്പ് യുദ്ധം അവസാനിപ്പിച്ച് തിരികെ വരുമ്പോൾ അവർക്ക് ഗ്രൂപ്പ് തെറാപ്പി നൽകുന്ന പദ്ധതിയും ഇസ്രായേൽ സൈന്യം ആവിഷ്കരിച്ചിട്ടുണ്ട്. എന്നിട്ടും ഈ പ്രശ്നം പരിഹരിക്കാൻ ഒരു സമഗ്ര പദ്ധതി മുന്നോട്ട് വയ്ക്കാൻ ഇസ്രായേലിന് ഇപ്പോഴും സാധിച്ചിട്ടില്ല. യുദ്ധത്തിന്റെ ദൈർഘ്യം നീണ്ടുപോകുന്നതാണ് സൈനികർക്കിടയിലെ മാനസിക സംഘർഷങ്ങൾക്കുള്ള പ്രധാന കാരണമായി വിലയിരുത്തപ്പെടുന്നത്. 10,000-കണക്കിന് സൈനികരെയും റിസർവ് സൈനികരെയും തുടർച്ചയായി യുദ്ധമുഖത്ത് വിന്യസിക്കുകയാണ് ഇസ്രായേൽ ചെയ്യുന്നത്. ഇവർക്ക് കൃത്യമായ വിശ്രമമോ ഇടവേളകളോ ലഭിക്കുന്നില്ല. തിരികെ പോകുന്നവരെ ഉടനെ തന്നെ തിരിച്ചു വിളിക്കുകയും ചെയ്യുന്നുണ്ട്. ഒന്നിലധികം ഇടങ്ങളിൽ സൈനികർക്ക് തുടർച്ചയായി യുദ്ധം ചെയ്യേണ്ടി വരുമ്പോൾ അത് അവരുടെ മാനസികാരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കുന്നു എന്നാണ് ഡോക്ടർമാരും പറയുന്നത്. മൃതദേഹങ്ങൾക്ക് കാവലിരിക്കാൻ നിയോഗിക്കപ്പെട്ട 32 വയസ്സുള്ള ഒരു സൈനികൻ പറയുന്നത് അദ്ദേഹത്തിന് ഇപ്പോൾ സ്ത്രീകളെയും പുരുഷന്മാരെയും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്നാണ്. മൃതദേഹങ്ങളുടെ ഗന്ധം മാത്രമാണ് ഇപ്പോൾ തനിക്ക് ചുറ്റുമുള്ളതെന്നും തന്റെ ഓർമ്മകൾ ജീർണിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറയുന്നു.